നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സഹായം കൊണ്ട് ഞങ്ങളിവിടെ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഈ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്തു, അതായത് ഓൺലൈനിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ജാൻജേട്ടനാണെങ്കിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു ഇൻ ദ സെൻസ് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല, എല്ലാവരുടെയും പോലെ തന്നെ വീട്ടിലിരുന്നിട്ട് തന്നെയാണ് പഠിക്കുന്നത്. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടൊരു സ്നാക്ക് ആയിട്ടാണ്. ഇതിപ്പോൾ സ്നാക്ക് എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ആയിട്ടും ഡിന്നർ ആയിട്ടും സ്നാക്ക് ആയിട്ടും കഴിക്കാവുന്നതാണ്. അതായത് നമ്മൾ ഈസി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു പക്കോട. അപ്പോൾ പക്കോട എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാതെ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. പക്ഷേ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ മനസ്സിലുള്ളൊരു വിശ്വാസമായിരുന്നത്. പക്ഷേ കുറച്ച് പേര് ഈയിടെയായിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ പിന്നെ ഒട്ടും തന്നെ ഞാൻ നേരം കളഞ്ഞില്ല. നിങ്ങൾക്ക് വേണ്ടി ഇതാ ബ്രെഡ് പക്കോട കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പക്കോടയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കില്ല. അതൊരു ഹെവി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ്. അപ്പം ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആണ് കുറച്ച് ദിവസങ്ങളായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ പേര് ലക്കിയാണ്. അപ്പൊ നമുക്കിപ്പോൾ ഭക്ഷണ സാധനങ്ങൾക്ക് അങ്ങനത്തെ ഒരു ദൗർലഭ്യം നേരിട്ടിട്ടില്ല ഇതുവരെ, ദൈവം സഹായിച്ച്. പക്ഷെ അതേസമയം പുറത്തു പോകാൻ പറ്റാതെ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥയിലുള്ള കുറേ പേരെങ്കിലും ഉണ്ട് നമ്മുടെ ഈ ലോകത്ത്. അപ്പോൾ അവർക്കൊന്നും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമേ തയ്യാറാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഇടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തുടർന്നും ഈസി ആയിട്ടുള്ള റെസിപ്പീസ് തന്നെയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് ബ്രെഡ് വെച്ചിട്ടുള്ള പക്കോട തയ്യാറാക്കാം നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ബ്രെഡ് പക്കോട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ രീതിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ സവാളയൊന്നും വഴറ്റാറില്ല. എല്ലാം കൂടി കണ്ടിട്ട് ഇപ്പോൾ പൊട്ടറ്റോ എല്ലാം വേവിച്ചതിന് ശേഷം എല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കുകയാണ് പതിവ്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കെന്തോ അതിൻ്റെ ഒരു പച്ചരസം മുന്നോട്ട് നിൽക്കുന്ന പോലെ തോന്നി. എനിക്കതെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വഴറ്റാൻ പോവുകയാണ്. അതേസമയം നിങ്ങൾക്കിപ്പോൾ വഴറ്റണ്ട എന്നുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാകും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 വലിയ പൊട്ടറ്റോ കുക്കറിൽ 2 വിസിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ തൊലിയെല്ലാം കളഞ്ഞ് ജസ്റ്റ് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 വലിയ പൊട്ടറ്റോ. ആ 2 വലിയ പൊട്ടറ്റോന് വേണ്ടിയിട്ടുള്ള അളവാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല, ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തീ വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് സവാളയെല്ലാം ചേർത്ത് കൊടുക്കണം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു സവാള വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പൊട്ടറ്റോ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 പച്ചമുളക്. പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് മാറ്റം വരുത്തണം. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഒരുപാടങ്ങ് ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. ഇപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി വേണമെങ്കിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നില്ല. നമ്മുടെ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ ഒരു റോ ടേസ്റ്റ് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ ഫ്ലെയിം ഞാൻ ചെറുതാക്കിയിട്ടുണ്ട്, സിമ്മിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് എരിവുള്ള മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു അല്പം മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ ഒരു അല്പം ഗരം മസാല, പിന്നെ ക്യൂമിൻ പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കുക. അതേസമയം നിങ്ങൾക്കിപ്പോൾ ജീരകത്തിൻ്റെ മണം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ അവർ ചാട്ട് മസാല ചേർക്കും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചാട്ട് മസാല ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ചാട്ട് മസാല ഇഷ്ടമാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ചാട്ട് മസാല ഈ സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/4 ടീസ്പൂണോളം ആംചൂർ പൗഡർ, അതായത് ഡ്രൈ മാംഗോ പൗഡർ. നമ്മുടെ മാങ്ങ ഉണക്കി പൊടിച്ചതാണ്. അതൊരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു അല്പം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതിയാകും. ചെറുനാരങ്ങ ഇല്ലെങ്കിൽ ഒരു നല്ല പഴുത്ത തക്കാളിയുടെ 1/2 ഭാഗം ചേർത്ത് കൊടുത്താലും മതിയാകും. തക്കാളി ചേർക്കുകയാണെങ്കിൽ ഈ സമയത്ത് ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആംചൂർ പൗഡർ ചേർത്ത കാരണം പുളിക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. അതേസമയം നിങ്ങൾക്ക് പുളി വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നും ചേർക്കണ്ട. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട്
നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. കാരണം അതെല്ലാം കൂടി നമ്മൾ പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ഈ തക്കാളി ചേർക്കാത്ത കാരണം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇതിൽ കുറവാണ് അല്ലേ, അതുകൊണ്ടാണ് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 2 പൊട്ടറ്റോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തീ കൂട്ടി വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഇത് നന്നായി കുക്ക് ചെയ്തെടുക്കുക. അതായത് മസാലയും ഈ പൊട്ടറ്റോ നന്നായി ഒന്ന് യോജിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയുടെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ മല്ലിയുടെ ഇല എടുക്കുന്നില്ല ഇപ്പോൾ. ഓക്കെ, ഉരുളക്കിഴങ്ങും മസാലയൊക്കെ നന്നായി യോജിച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനിലാണ്. പക്ഷേ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ മല്ലിയിലയും പുതിനയിലയും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ചട്നി ആവശ്യമാണ്. ഗ്രീൻ ചട്നി നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തന്നെ, അതുപോലെ തന്നെ അതിൻ്റെ എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറിക്കോളും. അപ്പോൾ നമുക്ക് നമ്മുടെ മസാല ചൂടാറാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കണം. നമ്മൾ ഇതൊരു ബാറ്ററിൽ മുക്കിയിട്ടാണ് പൊരിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലോട്ട് 1 ഗ്ലാസ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടലമാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ കടലമാവാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മൾ പക്കോട എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കടലമാവിൽ ചെയ്യുന്നതിനെയാണ് പക്കോട എന്ന് പറയുക. പക്ഷേ നിങ്ങളുടെ അടുത്ത് കടലമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ആട്ട വെച്ചിട്ടും, അതായത് ഗോതമ്പ് പൊടി വെച്ചിട്ടും മൈദ വെച്ചിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എൻ്റെ ഉള്ള കാരണം ഞാൻ ബേസൻ പൗഡർ തന്നെ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലോട്ട് ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു കുറച്ചും കൂടി നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ആ കടലമാവിൻ്റെ ഒരു കുത്ത് മാറി കിട്ടാനും ഇത് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് കടലമാവ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. ഈ 2 പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കായത്തിൻ്റെ പൊടി അല്പം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കായത്തിൻ്റെ പൊടി ചേർക്കുന്നില്ല. പിള്ളേർക്ക് കായത്തിനോട് വലിയ താല്പര്യമില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ കായത്തിൻ്റെ പൊടി ഇപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം 2 നുള്ള് മാത്രം ഇട്ട് കൊടുത്താൽ മതി കായം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ്, ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് നിങ്ങൾ തയ്യാറാക്കാൻ പാടില്ല. അത്യാവശ്യം ലൂസായിട്ട്, അതേസമയം ഒരുപാട് ലൂസല്ല. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കൺസിസ്റ്റൻസി. എത്ര വെള്ളം എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. കുറച്ച് ഒഴിച്ചിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 ഗ്ലാസ്സോളം ഞാൻ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇച്ചിരിയും കൂടെ വെള്ളമാവാം. ചിലവർ ഇതിൽ ബേക്കിംഗ് സോഡയൊക്കെ ഇടാറുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ബേക്കിംഗ് സോഡയുടെ ആവശ്യമൊന്നുമില്ല ഇതിൽ. അതല്ലാതെ തന്നെ നന്നാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇത് നല്ല കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ 1 ഗ്ലാസും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ, ഇതുപോലെ നല്ല ലൂസായിട്ട് വരണം. അതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പ് നോക്കുക, എരിവ് നോക്കുക. ഉപ്പ് കുറച്ചും കൂടെ ആവാം. എരിവ് അത്യാവശ്യത്തിനുണ്ട്, അത് മതിയാകും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെ ചൂടൊക്കെ നന്നായി ആറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 6 സ്ലൈസ് ബ്രെഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 12 പക്കോട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ലൈസ് ബ്രെഡ് എടുക്കുക. അതിലോട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഗ്രീൻ ചട്നി കേട്ടോ, ആദ്യം തന്നെ 1 സ്ലൈസിലോട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്ലൈസിലോട്ടും ഗ്രീൻ ചട്നി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ 1 സ്ലൈസിൽ ടൊമാറ്റോ കെച്ചപ്പും 1 സ്ലൈസിൽ ഗ്രീൻ ചട്നിയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗ്രീൻ ചട്നിയുടെ റെസിപ്പി നോക്കാൻ മറക്കരുത്. ഗ്രീൻ ചട്നി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ നല്ല കാര്യം. ഓക്കെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ മസാല ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്താം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, പക്ഷേ അത് നിർബന്ധമില്ല കേട്ടോ ടൊമാറ്റോ കെച്ചപ്പ്. ഞാൻ കുട്ടികൾക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ടാണ് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ 2 സൈഡിലും ഗ്രീൻ ചട്നി തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗ്രീൻ ചട്നി ഇല്ലെങ്കിൽ 2 സൈഡിലും ടൊമാറ്റോ കെച്ചപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാ ഐറ്റംസും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 3 സ്ലൈസും റെഡിയാക്കി എടുക്കാം. ഈ ഗ്രീൻ ചട്നി എന്ന് പറയുമ്പോൾ നല്ല എരിവും ചെറിയൊരു പുളിയൊക്കെ ഉള്ള ഒരു സംഭവമാണ്.
ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പൊരിക്കണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പക്കോട ആക്കണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതൊരു സാൻഡ്വിച്ച് പോലെ നിങ്ങൾക്ക് കഴിക്കാം. അങ്ങനെയും ചെയ്യാമല്ലോ. ഇപ്പോൾ ചിലപ്പോൾ പക്കോട ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓയിൽ ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയതിന് ശേഷം വെറും സാൻഡ്വിച്ച് പോലെ നമുക്ക് ടോസ്റ്റ് ചെയ്തും കഴിക്കാം, അല്ലെങ്കിൽ ടോസ്റ്റ് ചെയ്യാണ്ട് ഇതുപോലെ തന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിലെ ഐറ്റംസ് അനുസരിച്ച് നിങ്ങളുടേതായ മാറ്റങ്ങൾ വരുത്തുക കേട്ടോ. സൈഡൊന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഈ പക്കോട റെഡിയാക്കുമ്പോൾ നല്ല ഫില്ലിംഗ് ആണ്. ഇത് ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ കുറേ നേരത്തേക്ക് വിശക്കില്ല. ഇപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ആയിട്ടും ഡിന്നർ ആയിട്ടും എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ 4 മണിക്ക് സ്നാക്ക് പോലെയും കഴിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ സ്പൈസ് ലെവലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ബാക്കിയുള്ള പൊട്ടറ്റോൻ്റെ കൂട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യം അതനുസരിച്ച് ആ സമയത്ത് ഉണ്ടാക്കിയെടുത്താൽ മതിയാകും കേട്ടോ, കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെ കൂട്ടും ബാറ്ററിൻ്റെ കൂട്ടും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് നമുക്ക് പൊരിച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇത് പകുതിയായിട്ട് മുറിക്കാം. നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ ആക്കിയിട്ട് പൊരിക്കാം, പക്ഷേ ഞാനിത് ഹാഫാക്കിയിട്ട് മുറിച്ചിട്ടാണ് പൊരിക്കാൻ പോകുന്നത്. അതേസമയം നിങ്ങൾക്ക് 4 കഷ്ണമായിട്ട് മുറിക്കാം, അതിനുശേഷം പൊരിച്ചെടുക്കാം കേട്ടോ. അത് കുറച്ചും കൂടി ഈസിയാണ് പൊരിച്ചെടുക്കാൻ. അതിപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിന് നമുക്ക് 4ആയിട്ട് മുറിക്കാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം അതനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതിന് പ്രത്യേക റൂളുകളൊന്നുമില്ല. ഇങ്ങനെയാകുമ്പോൾ ചെറിയ പക്കോടയാണ്, നമുക്ക് പൊരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം, അതിനുശേഷം ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിൽ മീഡിയം ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഓരോ പീസ് ബ്രെഡ് മുക്കുക. പെട്ടെന്ന് തന്നെ മുക്കി അങ്ങ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും കവർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. 2-3 പീസ് അറ്റ് എ ടൈം ഇട്ടാൽ മതി, ഒരുപാട് ഒരുമിച്ച് ഇടണ്ട. പിന്നെ ഒരുപാട് സമയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ബ്രെഡ് അങ്ങ് സോഫ്റ്റ് ആയിട്ട് സോഗി ആയിട്ട് പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുക്കുക, പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചൂട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക, മീഡിയം ചൂട് കേട്ടോ എണ്ണയ്ക്ക്. നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിടാം. ഇതിപ്പോൾ ഞാൻ 4 പീസായിട്ട് മുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ പീസസാണ് കേട്ടോ ആദ്യം ഫ്രൈ ചെയ്തിരിക്കുന്നത്. നമുക്കിനിയിപ്പോൾ അടുത്ത ബാച്ച് ചെയ്യുമ്പോൾ രണ്ട് കഷ്ണമായിട്ട് മുറിച്ചിരിക്കുന്ന വലിയ പീസ് ഫ്രൈ ചെയ്തെടുക്കാം. വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഇത് ചെയ്യാനാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയി തോന്നാറുള്ളത്. പെട്ടെന്ന് നമുക്ക് അങ്ങനെ മുക്കിയിട്ട് അങ്ങ് പൊരിച്ചെടുക്കാൻ പറ്റും ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ. ഇപ്പോൾ ആവണം നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചിട്ടിട്ടോ. നമുക്ക് ഈ കടലമാവ് കുക്കാവേണ്ട സമയം മാത്രം മതിയാകും. ഏകദേശം ഒരു 5 മിനിറ്റോളം തിരിച്ചു മറിച്ചിട്ടിട്ട് ഇത് നല്ല ഗോൾഡ് കളറാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി കോരി മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലോട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പിലോട്ടോ മാറ്റി വയ്ക്കാം. ഈ കറക്റ്റ് ടെമ്പറേച്ചറിൽ നമ്മൾ ഫ്രൈ ചെയ്യണമെങ്കിൽ ഒട്ടും തന്നെ എണ്ണ പിടിക്കില്ല എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പീസസും ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലോട്ട് ഇടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഭയങ്കര ഡേഞ്ചറസ് ആണ് ചില സമയത്ത്. രാവിലെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് നമ്മൾ ഇടുന്ന ആ ഒരു തിരക്കിൽ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല, എണ്ണയിലോട്ട് എൻ്റെ വിരലൊക്കെ മുങ്ങിപ്പോയിട്ടുണ്ട്. കാരണം ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ അളവാണ് സാധാരണ ഞാൻ ചെയ്യുമ്പോൾ. പക്ഷേ നിങ്ങൾക്കെന്ന് പറയുമ്പോൾ എല്ലാം കറക്റ്റ് അളവ് അറിയണ്ടേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ എനിക്ക് 2ാമത് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളിത് എണ്ണയിൽ എന്ത് സാധനം വറുക്കുകയാണെങ്കിലും ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മൊത്തത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ കൂട്ട് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം കൊണ്ടുവന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പക്കോട റെഡി ആയിട്ടുണ്ട്, ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് കഴിച്ച് നോക്കട്ടെ. പിന്നെ ഇത് തനിയെ കഴിക്കാം, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിരുന്ന ഗ്രീൻ ചട്നിയുടെ കൂടെ കഴിക്കാം കേട്ടോ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ സ്പൈസ് ലെവലൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ നല്ല ഹെവി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറേ നേരത്തേക്ക് വിശക്കില്ല. അപ്പോൾ 1-2 കഴിക്കുകയാണെങ്കിൽ പിന്നെ എന്താ പറയുക, സുഖമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.